ഹലോ ചങ്ങാതിക്കൂട്ടം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചോ? അപ്പം ഞങ്ങളും ആഘോഷിച്ചു. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഞങ്ങളും പ്രിയേച്ചിയും താത്തയും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ബിരിയാണിയാണ് വയ്ക്കുന്നത്. അപ്പോൾ സബോള നുറുക്കിയെടുക്കുകയാണ് കേട്ടോ പ്രിയേച്ചി. അപ്പോൾ താത്ത വരുമ്പോൾ കുറച്ച് നേരം വൈകും. അത് 5:45 കഴിയൂട്ടോ ആൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാമല്ലോ. പിന്നെ അതാ ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ബഹളമൊക്കെ കേട്ടിട്ട് അനിയത്തി വിളിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അവളും ഉണ്ടാവും കേട്ടോ. വലിയ ആഘോഷമൊന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാവരും കൂടിയിട്ടൊന്ന് ഫുഡ് വെച്ച് കഴിച്ചിട്ട് പിരിയുക, അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ. വറുത്തിട്ട് ബിരിയാണി വയ്ക്കാമെന്ന് കേട്ടോ പറയണത്. ചിക്കൻ വറുത്തിട്ട് ഏച്ചിയാണ് ബിരിയാണി വയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് മസാലയൊക്കെ ഇങ്ങനെ ചിക്കനിൽ തിരുമ്മിയിട്ട് കുറച്ച് നേരം നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് വറുത്തെടുക്കണം. എല്ലാവരും കൂടിയാകുമ്പോൾ നല്ല രസമല്ലേ, തമാശ പറഞ്ഞും ചിരിച്ചും അങ്ങനെ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സബോള ഇതാ പ്രിയേച്ചി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണിയിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ നന്നായി മൊരിച്ച് വറുത്തെടുക്കണം എന്നാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല പുരട്ടിയതാണ് മാറ്റി വെച്ചിട്ടുണ്ട്. ചേച്ചി ഇതാ സബോളയൊക്കെ വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എങ്ങനെയാണ് ന്യൂ ഇയർ ആഘോഷിച്ച്? ഇങ്ങനെയൊക്കെ തന്നെയാണോ? അതോ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുകയോ ചെയ്ത്? ഞങ്ങളെല്ലാ കൊല്ലം പുറത്തുനിന്ന് മേടിക്കുകയായിട്ടാണ് ചെയ്യാറ്. ഇപ്രാവശ്യം എല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്കാണെന്ന് വിചാരിച്ചിട്ടാ. അതാ പ്രിയേച്ചി ഇതാ സബോളയൊക്കെ വഴറ്റി ഇങ്ങനെ ആകുമ്പോഴാട്ടോ ബ്രൗൺ നിറമാകുമ്പോഴാണ് വറുത്ത് കോരിയെടുക്കണത്. കോരിയെടുത്തിട്ടുണ്ട്. ആഘോഷിച്ചതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങിയതാണ് കേട്ടോ ജലദോഷവും തലവേദനയൊക്കെ. മൂക്കിൽ വെള്ളം ചാടിയിട്ടും മൂക്കടഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് ഭയങ്കര ഇതാണ്. അപ്പോൾ ആവിയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കുറവുണ്ട്. അപ്പോൾ അത് കാരണം കേട്ടോ വീഡിയോ ഇടാനായിട്ട് വൈകിയത്. അപ്പോൾ ഇതാ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് കശുവണ്ടി മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സബോളയും കൂടി ഇട്ടിട്ടുണ്ട്. അതങ്ങനെ വറുത്ത് കോരി എടുക്കുക ചെയ്യാം. അതിൽ അവസാനം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടുന്നുണ്ട്. ദം ബിരിയാണി വയ്ക്കാമെന്നാണ് പ്രിയേച്ചി പറയുന്നത്. അപ്പോൾ ഇത് വറുത്ത് കോരി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് വറുത്തെടുക്കാമെന്നാണ് കേട്ടോ. അവസാനം നമ്മൾ മസാല കൂട്ടിയിട്ട് ചിക്കൻ ഇട്ടിട്ട് ചോറ് പകുതി വേവിൽ എടുത്തിട്ട് അതിലിട്ടിട്ട് ദമ്മിടുക. അങ്ങനെ വിചാരിക്കുന്നത് ചെയ്യാനായിട്ട് കേട്ടോ. കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർക്ക് അത് മതിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചതയ്ക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയിട്ട് കഴുകിയെടുത്താണ്. ഇനി മിക്സഡ് ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ മിക്സഡ് ജാറിൽ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ താത്തയും വന്നു കേട്ടോ. താത്ത വന്നതിന് ശേഷം ഇതാ തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സബോള അതാ കഴുകി നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണിയിലേക്ക് ഇടാനായിട്ട് ക്യാരറ്റും കൂടി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ നുറുക്കിയെടുക്കാനായിട്ട്. അപ്പോഴേക്കും ഇതാ പ്രിയേച്ചി ആ എണ്ണയിൽ ഇതാ ചിക്കനൊക്കെ അത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും 2024 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞ വർഷമാണ് കേട്ടോ 2024. സന്തോഷം ഒരു 2%, ബാക്കിയൊക്കെ സങ്കടം നിറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ സന്തോഷം നിറഞ്ഞത് ആദ്യം പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് കേട്ടോ, ചെറുപ്പം മുതലേ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നതാണ് ഡാൻസ്. അത് എൻ്റെ പൊന്നിലൂടെ എനിക്ക് സാധിച്ചു. എൻ്റെ മോളുടെ അരങ്ങേറ്റം കഴിഞ്ഞ ഒരു വർഷമായിരുന്നു 2024 കേട്ടോ ഭരതനാട്യത്തിൻ്റെ. പിന്നെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചു തന്നെ കേട്ടോ ഇതും വീടെന്ന സ്വപ്നം. എന്നേക്കാൾ കൂടുതൽ ഏറ്റവും ആഗ്രഹിച്ച ആൾ എൻ്റെ അച്ഛനാട്ടോ. ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ അത് കാണാനേ അച്ഛന് യോഗം ഉണ്ടായുള്ളൂ. അതിൽ കയറി താമസിക്കാനുള്ള യോഗം ഉണ്ടായില്ല. പാല് കാച്ചുന്ന ദിവസം ഒന്ന് പോകാനായിട്ട് അച്ഛന് പറ്റിയില്ല, വയ്യാത്തത് കാരണം. വീട് ഞങ്ങൾക്കുണ്ടായി, പക്ഷേ അതിലിരിക്കാനായിട്ട് അച്ഛനുണ്ടായില്ല. സങ്കടങ്ങൾ നിറഞ്ഞതെന്ന് പറയണത് അച്ഛൻ ഞങ്ങളെ വിട്ടു പോയതാട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളിൽ നിന്ന് പോയത്. ഒരിക്കലും ഇപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയില്ല കേട്ടോ. അത് ഇന്നൊരു തീരാവേദനയാണ്. അത് ഞങ്ങൾ ജീവനോടത്തോളം കാലം അത് ഞങ്ങളെ വിട്ട് പോവില്ല. എപ്പോഴും വീടെന്ന് പറഞ്ഞിട്ട് അതിലിരിക്കാൻ അച്ഛന് യോഗം ഉണ്ടായില്ല. ഒന്ന് നോക്കുമ്പോൾ ഏറ്റവും വെറുക്കപ്പെട്ട വർഷമാണ് 2024. കുറച്ച് സന്തോഷവും ഒരുപാട് വിഷമവും ഉണ്ടായ ഒരു വർഷമാണ്. ഒന്ന് നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ചീത്തൊരു വർഷമാണ് 2024. ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വർഷം കൂടിയാണ്. തീരാവേദന തന്നിട്ടുള്ളൊരു വർഷമാട്ടോ ഈ 2024. ഒരിക്കലും ആ വേദന മാറില്ല. ചിലപ്പോൾ ഞാൻ അച്ഛനായിട്ടൊന്ന് വർത്തമാനം പറയാനായിട്ടൊന്ന് കൊതിക്കും കേട്ടോ. അച്ഛനും ഞാൻ അങ്ങനെയായിരുന്നു.
10 മണി കഴിഞ്ഞാൽ മോളെ സ്കൂളിൽ കൊണ്ടാക്കി വന്നു കഴിഞ്ഞാൽ അപ്പോൾ അച്ഛൻ വിളിക്കൂട്ടെ എന്നെ. അല്ലെങ്കിൽ 4 മണി കഴിഞ്ഞ ആൾ വിളിക്കും. എന്താ മോളെ രാവിലെ വിളിക്കാമെന്ന് ചോദിച്ചിട്ട് വിളിക്കും. അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ അച്ഛനൊന്ന് കാണാനായിട്ട് തോന്നും, കാണാനും പറ്റില്ലല്ലോ. അപ്പോൾ ഈ വർത്തമാനത്തിൻ്റെ ഇടയിൽ ബിരിയാണി വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ മറന്നുപോയി. അപ്പോൾ ഞങ്ങളിതാ മല്ലിയും മുളകും ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ എടുത്ത് വെച്ചു. അതിനുശേഷം ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു, ഉള്ളി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ മസാല കൂട്ടാൻ വേണ്ടിയിട്ട് ഉരുളി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതാ പുറത്ത് അടുപ്പിലാണ് കേട്ടോ വെക്കണത്. ഉള്ളിൽ ഈ ഉരുളി വെക്കാനായിട്ട് പറ്റില്ല, വലിയ ഉരുളി ആയത് കാരണം. അപ്പോൾ പുറത്ത് ഇങ്ങനെ അടുപ്പ് പൂട്ടിയിട്ട് അതിലാണ് വെക്കണത് കേട്ടോ. അപ്പോൾ ഇവിടെ വെട്ടക്കുറവുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, വേഗം സബോള വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ 2 സൈഡിൽ കൂടിയും വിറകൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കത്തിക്കണ വേഗം. കാരണം എന്താ വെച്ചാൽ സമയം 8 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും കുട്ടികളല്ലേ, അവർക്ക് വിശക്കും. അപ്പോൾ അത് ചോദിക്കാനായിട്ട് മുന്നേ വേഗം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രിയേച്ചിയുടെ കുട്ടികളാണ് കേട്ടോ, 2 ആൾ. പിന്നെ അത് താത്താടെ മോനാണ്, ഒരാളും കൂടി ഉണ്ട്, അവൻ കടയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ പൊന്നൂസും അമ്മിണിക്കുട്ടിയും കുഞ്ഞിപ്പെണ്ണൊക്കെ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ പാട്ട് വെച്ചിട്ട്. അപ്പോൾ കിച്ചുമോനവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണൻ അവിടെ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ട് വരാനായിട്ട് പറഞ്ഞു ഞാൻ. ഇതിനിടയിൽ അമ്മിണിക്കുട്ടി വന്നിട്ട് ഹായ് തന്താണ്. പൊന്നൂസും ഉണ്ട് കേട്ടോ, കളിക്കുകയാണ്. പ്രിയേച്ചിയും താത്തയും എന്ന് പറയുന്നത് ഇവിടെ തൊട്ട ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരനായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ ഞങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്താണ് കേട്ടോ, നമുക്കൊന്ന് ഫുഡ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അവർ സമ്മതിച്ചു. അപ്പോൾ ഞങ്ങളിതാ ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പ്രിയേച്ചി തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തില്ലേ, അത് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ സവാളയും തക്കാളിയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പിൽ തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. കുട്ടിപ്പട്ടാളങ്ങൾ മുഴുവനുണ്ട് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് അകത്തുനിന്ന് പുറത്തേക്ക് വന്നു കേട്ടോ ബിരിയാണി ഉണ്ടാക്കണത് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും സ്റ്റൂളൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ കുട്ടികൾ. അപ്പോൾ അങ്ങോട്ട് പൊക്കോയി പുകയത്തിരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മക്കൾ കൂട്ടാക്കാതെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ, ഞങ്ങൾക്കിത് കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. അതുപോലെ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മേശയൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നടക്കുമെന്നറിയില്ല കേട്ടോ. ഫുഡൊക്കെ ആയി വരുമ്പോഴേക്കും ഇനി കുട്ടികൾ കിടന്ന് ഉറങ്ങുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ചതച്ചെടുത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വരുമ്പോൾ നമ്മൾ മസാലയും കൂടിയും ചേർത്ത് കൊടുക്കും. എന്നിട്ട് വറുത്ത് കോരി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കും. ഇതിലേക്ക് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്ന വരെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ചേച്ചി തന്നെയായിട്ട് എല്ലാം ചെയ്യണത്. നമ്മളിവിടെ കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണേ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ചേച്ചി ഇളക്കാമെന്ന് പറഞ്ഞപ്പോൾ അനിയത്തി എൻ്റെ ഇടയിൽ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി തന്നെ ചെയ്ത് കേട്ടോ. മാത്രമല്ല അപ്പോൾ ഒരു കേക്ക് മേടിക്കും, പിന്നെ അൽഫാമും കുബൂസും മേടിക്കും. എന്നിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കും ഞങ്ങൾ മാത്രം കേട്ടോ. ഏട്ടന് എവിടെയെങ്കിലും സെലിബ്രേഷൻ ഉണ്ടാവും, അപ്പോൾ ഏട്ടൻ അങ്ങോട്ട് പോവും. ഞാനും കുട്ടികളും അമ്മയും കൂടിയിട്ട് ചെയ്യും. അങ്ങനെ കേട്ടോ പതിവ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഹാപ്പിയായി. ഫുഡൊക്കെ വെച്ച് എല്ലാവരും കൂടി സന്തോഷത്തോട് കൂടിയിട്ട് ഒരു ദിവസം കഴിഞ്ഞു. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ചെറു തീയിൽ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞങ്ങളിതാ ബിരിയാണിൻ്റെ അരി വേവിക്കാനായിട്ട് കല ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇടണം. അപ്പോൾ അതിലേക്ക് പട്ട ഗ്രാമ്പൂ പെരുംജീരകം ഏലക്കായ അങ്ങനെയുള്ള ഐറ്റംസ് മുഴുവൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ട്. നെയ്യ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ തിളച്ച് ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് എടുക്കണം. എന്നിട്ട് ദമ്മിടല്ലേ ചെയ്യണത്. അപ്പോൾ അതവിടെ തിളയ്ക്കട്ടെ കേട്ടോ. അത് വെള്ളം തിളച്ചപ്പോൾ ഞാനിതാ അരി അങ്ങനെ ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഞങ്ങളിത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഊറ്റി വെച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടുപ്പിൻ്റെ മുകളിൽ നിന്ന് ഉരുളി എടുത്ത് താഴ്ത്തി വെച്ചതിന് ശേഷം ബിരിയാണി ചെമ്പ് മേലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാനും പ്രിയേച്ചിയും കൂടിയിട്ട് അരി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ബിരിയാണി അരി. അപ്പോൾ ആ ചെമ്പ് അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ അരി ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ചേച്ചി ചിക്കൻ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റൈസ് നമുക്ക് അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ ഊറ്റിയെടുക്കണത്.
എന്നിട്ട് അതിൻ്റെ മേലെ നമ്മളിതാ കുറച്ച് ചോറിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രീ വെച്ചത് എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് ആക്കി കൊടുക്കണുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ഇടും, പിന്നെ അതിൻ്റെ മുകളിൽ റൈസ് ഇടും, പിന്നെ അണ്ടിപ്പരിപ്പ് നമ്മളിതൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ ഉള്ളിയൊക്കെ, എന്നിട്ട് അത് അതിൻ്റെ മേലെ വെതറിടും. ഊറ്റണ പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ചോറുള്ള കാരണം ഇതെല്ലാം കൂടി അതിൽ കൊള്ളൂല. അപ്പോൾ അത് കാരണം ഇങ്ങനെ കൊട്ടക്കൈയിൽ ഊറ്റിയെടുത്തിട്ടാണ് കേട്ടോ അത് ചെയ്യണത്. അപ്പോൾ ചേച്ചി അതൊക്കെ ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാമല്ലോ. ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ചേച്ചി തന്നെ അത് ഏറ്റെടുത്തു ബിരിയാണി വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനിതങ്ങനെ ഊറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറ്. പിന്നെ അവസാനം ഞങ്ങൾ കൊത്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്ത് കേട്ടോ, വെള്ളം മാറാനായിട്ട്. ഇത് കുറച്ച് ശേഷമല്ലേ എടുക്കാൻ പറ്റുള്ളൂ ചോറ്. അപ്പോൾ ഞാൻ കൊത്ത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബിരിയാണി അരി അതിലേക്ക് കൊട്ടി കൊടുക്കുക കേട്ടോ ചെയ്തത്. അതിന് ശേഷം ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചേച്ചി അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ സബോളയൊക്കെ വഴറ്റിയെടുത്തില്ലേ, അതിങ്ങനെ മേലെ വെതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ കണ്ണനാണോ കിച്ചുവാണോ എന്നറിയില്ല, അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തു. മല്ലിച്ചപ്പും പുതിനയൊക്കെ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ചും കൂടി ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എസൻസും കൂടി ഒഴിക്കുന്നുണ്ട് പൈനാപ്പിളിൻ്റെ. പിന്നെ ചേച്ചി ചെയ്ത് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയില്ലേ, അതിന് കുറച്ചെടുത്ത് കൊടുത്തിട്ട് ചോറിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതേ സെയിം തന്നെ അതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. എണ്ണയിലല്ലേ വറുത്തെടുത്തത്, അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. അത് കാരണമായിട്ട് അത് ഒഴിച്ചു കൊടുത്ത് പിന്നെ സെയിം അത് തന്നെ ചെയ്യണത് കേട്ടോ. പിന്നെ അത് ദമ്മിട്ടു കേട്ടോ. മേലെ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തീക്കണലൊക്കെ കോരിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിനാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇവിടെ താത്തതാ കച്ചമ്പർ ഉണ്ടാക്കുകയാണ്. സബോള, ക്യാരറ്റ്, പച്ചമുളക്, തൈര്, കറിവേപ്പിൻ്റെ എല്ലാം മല്ലിച്ചപ്പൊക്കെ. തൈര് നല്ല കട്ടിയായി കാരണം അതിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പുളിയുള്ള തൈരായിരുന്നു. അപ്പോൾ ഒന്ന് പുളി പോകാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ കഴിക്കാൻ അത് തന്നെയല്ലേ നല്ലത്. പിന്നെ ശബ്ദമൊക്കെ നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ജലദോഷം കാരണം. വർത്താനം പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. മൂക്കടഞ്ഞിട്ട് രാത്രി കിടക്കാനും ബുദ്ധിമുട്ടാണ്. മൂക്കടഞ്ഞിട്ട് കിടക്കാനും പറ്റണില്ല, ആവിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കച്ചമ്പറും ആയിട്ടുണ്ട്. അതിനുശേഷം ഇതാ പ്രിയേച്ചിയും താത്തയ്ക്കൊന്ന് വീട്ടിൽ പോയിട്ട്, താത്താക്ക് നിസ്കരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയി പ്രിയേച്ചി ഇതാ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഒരു 10-15 മിനിറ്റ് ദമ്മിട്ടു കേട്ടോ. അതിനുശേഷം ചേച്ചി കണലൊക്കെ അങ്ങനെ തുണി കൊണ്ട് ഇങ്ങനെ മാറ്റിയിട്ട് അത് കൊട്ടിക്കളയാണ് കേട്ടോ അപ്പുറത്തേക്ക്. കുട്ടികൾക്കൊക്കെ അപ്പോഴേക്കും വിശപ്പ് തുടങ്ങിയിട്ട് ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. പ്രിയേച്ചിയും കുട്ടികളൊക്കെ 8 മണിയാകുമ്പോഴേക്കൊക്കെ ഭക്ഷണം കഴിക്കണ മക്കളാട്ടോ. അപ്പോൾ സമയം ഇപ്പം തന്നെ 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെച്ചുണ്ടാക്കി വരുമ്പോഴേക്കും നേരം കുറേ വൈകി. അപ്പോൾ ചേച്ചി വന്നു, ബിരിയാണി പൊട്ടിച്ചു. കുട്ടികളിതാ കഴിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. പ്ലേറ്റൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദം ബിരിയാണി റെഡി ആയിട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബിരിയാണി, ഒന്നും പറയാനില്ലായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ പൂരത്തിനൊക്കെ ഒന്ന് തട്ടിക്കൂട്ടാമെന്ന് വിചാരിക്കുന്നുണ്ട്, നടക്കുമെന്നൊന്നും അറിയില്ല. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ബിരിയാണി ചെമ്പിൻ്റെ അടുത്തുണ്ട് കേട്ടോ. എന്ത് മണമെന്ന് പറഞ്ഞിട്ട് മക്കളൊക്കെ ഇവിടെ നിൽക്കുക കേട്ടോ. ആ പ്ലേറ്റൊക്കെ ഞാനവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കുട്ടികൾ കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ചേച്ചി ഇന്ന് ബിരിയാണി പാത്രത്തിൽ കോരി എടുക്കുന്നുണ്ട്, ചിക്കനും കൂടിയിട്ട്. പിന്നെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് കഴിക്കാനായിട്ട്. ചിക്കനും ചോറും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പോകും. അപ്പോൾ കിച്ചുമോനും പൊന്നൂസും കുഞ്ഞിപ്പെണ്ണും അമ്മണിക്കുട്ടിയും കുഞ്ഞനും പിന്നെ ഇവിടുത്തെ പൊന്നൂസും എല്ലാവരും കൂടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. താത്താൻ്റെ മക്കൾക്ക് അകത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ലാത്ത കാരണം അപ്പോൾ ചേച്ചി എല്ലാവരോടും പ്ലേറ്റ് ഇങ്ങോട്ട് നീക്കി തരാനായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് കഴിക്കാൻ കൊടുക്കണതല്ല, ഇവർക്ക് ചിക്കൻ്റെ കാല് വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ ഇത്. അപ്പോൾ അമ്മണിക്കുട്ടിക്ക് ആദ്യം ഒരു ചിക്കൻ്റെ കാലിൽ ശേഷം ചോറും കൊടുത്തു കേട്ടോ. എല്ലാവർക്കും ചിക്കൻ്റെ കാല് പൈന്നെടുത്ത് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അതിനുള്ള വാശിപ്പിടുത്തായിട്ടാ. പിന്നെ ഇതിലെല്ലാവർക്കും ഓരോ കാലൊക്കെ പ്രിയേച്ചി എടുത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ കച്ചമ്പറും താത്ത അച്ചാറൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ കഴിക്കുന്നുണ്ട്. കണ്ണമോനും താത്താടെ മക്കളും കൂടിയിട്ട് അകത്ത് മേശപ്പുറത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇവരെന്നെ ഇവിടെ ഇരുത്തുകയും ചെയ്തു കേട്ടോ. അപ്പോൾ കച്ചമ്പറൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു കേട്ടോ. അപ്പോൾ അമ്മണിക്കുട്ടിയും കുഞ്ഞനും എല്ലാവരും ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ അടിപൊളി ബിരിയാണിയാണെന്ന് പറഞ്ഞു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ അമ്മയ്ക്ക് കഴിക്കാനായിട്ട് കൊടുക്കാൻ പോയി. അമ്മയ്ക്ക് ചോറ് കേട്ടാ പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ആൾ ബിരിയാണി കഴിക്കലൊന്നുമില്ല.
അപ്പോൾ ഇന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അമ്മക്ക് എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് തന്നെ കൊടുത്തുള്ളൂ, ആൾ കഴിക്കില്ല കേട്ടോ. ബിരിയാണി അത്ര അധികം ഇഷ്ടമില്ല കേട്ടോ ആൾക്ക്. കഴിക്കാനായിട്ട് ചോറാണ് കേട്ടോ ഇഷ്ടം. ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജനുവരി 12 പറഞ്ഞിരിക്കുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് വെട്ടാന്ന് പറഞ്ഞു കേട്ടോ. അത് കുട്ടികളോട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളിയാണ് കേട്ടോ മക്കൾ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങളിതാ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. താത്തി ഞാനും പ്രിയേച്ചിയും കൂടിയിട്ട്. അനീത്തി അമ്മിണിക്കുട്ടി കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ബിരിയാണിക്ക് കഴിച്ചു. അടിപൊളിയായിരുന്നു ബിരിയാണി കേട്ടോ. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് ചൂടാറിയതിന് ശേഷം വെച്ചു. രാജേട്ടൻ അങ്ങോട്ട് വന്നില്ല കേട്ടോ. മണിയേട്ടൻ അവിടെ ഇല്ലാത്ത കാരണം രാജേട്ടനുള്ളത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ പാത്രത്തിൽ കുറേശ്ശെ ആക്കിയിട്ട് മേശപ്പുറത്ത് വെച്ചാൽ പിന്നെ കിടക്കാൻ നേരത്തെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികൾ ഡാൻസ് കളിക്കുകയാണ്. കാരണം ഫോണിൽ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മിണിക്കുട്ടിയും കുഞ്ഞനും പൊന്നൂസൊക്കെ കൂടിയിട്ട് കളിക്കുകയാണ് കേട്ടോ. പ്രിയേച്ചിയുടെ കുട്ടികളുണ്ട് കേട്ടോ. പൊന്നൂസും കുഞ്ഞനൊക്കെ ഉണ്ട് അവർ കളിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം. അപ്പോൾ നിങ്ങളുടെ ആഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 2025 വർഷം എല്ലാവർക്കും ഇത് മാത്രമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും എങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കുന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വേറൊരു ദിവസം വരാം കേട്ടോ. ടാറ്റാ.